ഇത്രയും വണ്ടികൾ തടഞ്ഞു നിർത്തിയാണ് ഈ അശാസ്ത്രീയമായ റോഡ് പണിയുടെ അപാകത പരിഹരിക്കുന്നത്. ഈ റോഡ് പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒന്നും പറ്റത്തില്ലായിരുന്നു അല്ലയോ. ഇത്രയും ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചാൽ പണി. അന്നേരം ഒന്നും പറയാൻ അറിയത്തില്ലായിരുന്നു. കൊണ്ട കൊടുത്ത് ഇനി വരാമെന്ന് വെച്ചപ്പം ഇതൊക്കെ ഈ സഹിക്കാൻ പറ്റാത്ത കാര്യം. ഈ വണ്ടി കയറി ഇത്രയും വണ്ടി അവിടെ ഇട്ടേക്കുക, അവന് കയറി പോകേണ്ട വലിയ കാര്യമുണ്ടാകും. ഇങ്ങനെയും കുറേ കുത്തിക്കയറ്റാൻ വന്നേക്കുക, കണ്ണ് തീരെ കാണത്തില്ല, അടുത്തവനും പോന്നു. ഈ ബാക്കിയുള്ളവന്മാർ വെറും മറ്റന്മാരാണെന്നാണ് ഞാൻ. ഇത്ര നേരം നമ്മൾ കാത്തു കെട്ടി കിടക്കുക. ഇനി അവർ വിടുന്നുണ്ടെങ്കിൽ ഇവർ മുന്നേ കയറിപ്പോകും. ഇതാ ഗുണമാകാത്ത നാട് നന്നാവാത്ത ഇതുകൊണ്ടാണ്. എന്ത് സ്മൂത്തായിട്ട് വണ്ടി കയറി വന്നുകൊണ്ടിരുന്നാന്നേ എൻ്റെ ഇടയ്ക്കോട്ട് തെളി കയറ്റാത്തതിൻ്റെ കുഴപ്പമുള്ളായിരുന്നു. നന്നാവത്തില്ല, ഒരിക്കലും നന്നാവത്തില്ല കേരളം. അവനെ ഇടയ്ക്ക് അതിനകത്ത് കയറ്റി വെച്ചു. ഒരു ഏതാണ്ട് പുണ്യം കെട്ടി തൊലി 6 മണിയും പറയാതിരിക്കുന്നത്. ഇത്ര വണ്ടി നിരനിരയായിട്ട് പോവുക, നേരെ ഒരുത്തം കയറി വരുന്നത്. അതും ഈ ശബരിമല നട തുറന്ന സമയം, ശബരിമലയ്ക്ക് പോയച്ച് വരുന്നവരും ഒക്കെ ഉണ്ട്. ഇവർക്ക് ആ പണി ആ സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പണിഞ്ഞു പോകണ്ടേ. ഈ തിരക്ക് പിടിച്ച സമയത്ത് തന്നെ ഈ പണിക്ക് ഇറങ്ങണം. റോഡ് വെട്ടിപ്പണിക്കുക പണിഞ്ഞത്, അത് ചെയ്യാൻ വന്ന കാര്യം എന്താ ഓടയില്ലാതെ പണിഞ്ഞു വെച്ചേച്ച് ഇപ്പോൾ കുത്തിപ്പൊളിക്കുക എല്ലാം കൂടെ, അറിയോ. കാണിക്കുന്ന പന്നപ്പന് പണി ആണോ, പണിഞ്ഞു വെച്ച് കുത്തിപ്പൊളിക്കുക. ഈ എന്തോ പറയുന്നതിനൊക്കെ ബാക്കി ശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ തിരിശേഷിപ്പുകളതൊക്കെ. ബ്ലോക്ക് കണ്ടോ, ഇന്ന് വരെ ബ്ലോക്കാണ്. ഓരോ പണി നമ്മൾ പറയുമ്പോൾ എന്തോ പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ പണിയെല്ലാം കഴിഞ്ഞെന്ന് കോപ്പാ പറഞ്ഞു പോവുക. എന്തോ ചെയ്യണം, ക്ഷമിക്കുക എന്നോട് കേട്ടോ. ഇവിടെ ഇത്രയും ബ്ലോക്കായി.